അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 തരത്തിലുള്ള തക്ബീറുകളാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് ആ തക്ബീറുകൾ ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ ആ തക്ബീറിൻ്റെ രൂപമൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായി നമ്മുടെ കൂട്ടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചു കേട്ടിരുന്നാൽ മതി. അതായത് മൃഗങ്ങളെ കാണുമ്പോഴുള്ള തക്ബീർ ഉണ്ട്, അത് എപ്പോഴാണ് ചൊല്ലേണ്ടത്, എങ്ങനെയാണ് ആ തക്ബീറിന്റെ രൂപം. അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീറുകളുണ്ട്, ആ തക്ബീറുകൾ എപ്പോഴാണ് ചെല്ലേണ്ടത്, നിസ്കാരത്തിലെ ദിക്റുകൾക്ക് മുമ്പാണോ ശേഷമാണോ, എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴാണ് അവസാനിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാൻ പറ്റുമോ, തുടങ്ങി ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ പെരുന്നാൾ രാവിലെ തക്ബീറുകളുണ്ട്, ആ തക്ബീർ എനിക്ക് പറയുന്ന പേരെന്താണ്, ആ തക്ബീർ എങ്ങനെയാണ് ചൊല്ലേണ്ടത്, അത് ഏതുവരെ ചൊല്ലാം, തുടങ്ങിയ വിഷയങ്ങൾ കൂടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മൊത്തത്തിൽ തക്ബീറുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഏറ്റവും ലളിതമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഏറെ ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ വളരെ ചുരുങ്ങിയ സമയമുള്ള ഈ വീഡിയോ കൃത്യമായി കണ്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രധാനമായും ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. അതായത് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് തക്ബീറുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള തക്ബീറുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ തക്ബീറാണ് മുത്തലഖായ തക്ബീർ. ഒന്നാമത്തെ തക്ബീറിനിക്ക് പറയുന്ന പേരാണ് മുത്തലഖായ തക്ബീർ. രണ്ടാമതൊരു തക്ബീറിനിക്ക് പറയുന്ന പേരാണ് മുഖയ്യദായ തക്ബീർ. വേറെ ഒരു ഇനം തക്ബീറിനിക്ക് പറയുന്ന പേരാണ് മുർസലായ തക്ബീർ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മുത്തലഖായ തക്ബീർ എന്ന് നോക്കാം. അപ്പോൾ മുത്തലഖായ തക്ബീർ എന്ന് പറഞ്ഞാൽ ഉലുഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? ആട്, മാട്, ഒട്ടകം. വാടി എന്ന് വെച്ചാൽ നമ്മൾ പശു, പോത്ത്, മൂരി എന്നൊക്കെ വിളിക്കുന്ന മൃഗങ്ങൾ. ഇങ്ങനെ ഉലുഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗങ്ങൾ, ഈ മൃഗങ്ങളെ കാണുകയോ അല്ലെങ്കിൽ ഇവയുടെ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ഈ തക്ബീർ ചൊല്ലേണ്ടത് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളാണ്. അപ്പോൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ഉലുഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മൃഗത്തെ നമ്മൾ കണ്ടാൽ, ഒരു ഉദാഹരണം, ഒരു പശുവിനെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ ഒരു പോത്തിനെ നമ്മൾ കണ്ടു, അപ്പോൾ നമുക്ക് അല്ലാഹു അക്ബർ എന്ന ഒറ്റ തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ഇവിടെ ഒറ്റ തക്ബീർ ചൊല്ലിയാൽ മതി. അതായത് അല്ലാഹു അക്ബർ എന്ന ഒറ്റ തക്ബീർ ചൊല്ലിയാൽ മതി. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് നിന്ന് ഒരു പശുവിന്റെ കരച്ചിൽ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ഒരു ആടിന്റെ കരച്ചിൽ നമ്മൾ കേട്ടു. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ഇങ്ങനെ കേൾക്കുന്ന ഘട്ടത്തിൽ അല്ലാഹു അക്ബർ എന്ന ഒറ്റ തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് മുത്തലഖായ തക്ബീർ. അതായത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ഉലുഹിയത്ത് അറുക്കപ്പെടുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മൃഗത്തിന്റെ ശബ്ദം കേൾക്കുകയോ അവയെ കാണുകയോ ചെയ്താൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒറ്റ തക്ബീർ നമുക്ക് ചൊല്ലാം. ഇതിനേക്കാണ് മുത്തലഖായ തക്ബീർ എന്ന് പറയാം. ആവശ്യം മനസ്സിലാക്കാം. അപ്പൊ ഉലുഹിയത്ത് അറുക്കാൻ വേണ്ടി തന്നെ അതിനെ മാറ്റിവെച്ചതാകണമെന്നില്ല. ഏതെങ്കിലും ഒരു പശു ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആടായിരിക്കാം. അങ്ങനെയുള്ള ആടിനെയോ പശുവിനെയോ കാണുന്ന സമയത്തോ അവരുടെ ശബ്ദം കേൾക്കുന്ന സമയത്തോ നമുക്ക് തക്ബീർ ചൊല്ലാവുന്നതാണ്. ഇതിനേക്കാണ് മുത്തലഖായ തക്ബീർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ തക്ബീറാണ് മുഖയ്യദായ തക്ബീർ. എന്താണ് മുഖയ്യദായ തക്ബീർ എന്ന് വെച്ചാൽ? മുഖയ്യദായ തക്ബീർ എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ മുഖയ്യദായ തക്ബീറും വരുന്നതും വിശുദ്ധമായ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെയാണ്. ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ മുഖയ്യദായ തക്ബീറും ഇല്ല. ആവശ്യം നമ്മൾ മനസ്സിലാക്കണം. മുഖയ്യദായ തക്ബീർ എന്ന് വെച്ചാൽ വിശുദ്ധമായ അറഫാ ദിനം എന്ന് വെച്ചാൽ ദുൽഹിജ്ജ 9, അതായത് ബലി പെരുന്നാളിന്റെ തൊട്ട് മുന്നേയുള്ള ദിനം. ഈ അറഫാ ദിനം സുബ്ഹി നിസ്കാരം മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ നിസ്കാരം വരെ. അയ്യാമു തശ്രീഖ് എന്ന് വെച്ചാൽ ഏതാണ്? ബലി പെരുന്നാളിന് ശേഷമുള്ള 3 ദിനങ്ങൾക്കാണ് അയ്യാമു തശ്രീഖ് എന്ന് പറയാം. അപ്പൊ ദുൽഹിജ്ജ 11, 12, 13. അപ്പൊ അവസാന ദിനം ഏതാണ്? 13. ഈ 13ന്റെ അസർ നിസ്കാരം വരെ. അപ്പോൾ അറഫാ ദിനത്തിലെ സുബ്ഹി നിസ്കാരം മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിനത്തിലെ, അതായത് ദുൽഹിജ്ജ 13ലെ അസർ നിസ്കാരം വരെ, അത് അസർ നിസ്കാരം ഉൾപ്പെടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ തക്ബീർ ചൊല്ലുക എന്നുള്ള സുന്നത്താണ്. അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ അറഫാ ദിനത്തിൽ സുബ്ഹി നിസ്കാരം നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിച്ചാൽ സലാം വീട്ടിയാൽ ഉടനെ നമ്മൾ തക്ബീർ ചൊല്ലുക എന്നുള്ള സുന്നത്താണ്. ഇവിടെ സലാം വീട്ടിയാൽ ഉടനെയാണ് ചെല്ലേണ്ടത്. അതായത് മറ്റു ദിക്റുകളിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഇനി മറ്റു ദിക്റുകളിലൊക്കെ പ്രവേശിച്ചാൽ തക്ബീർ പിന്നെ ചൊല്ലിയാലും ഇതിന്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാകും. പക്ഷെ നേരത്തെ ചൊല്ലാണ്, മറ്റു ദിക്റുകളിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ചൊല്ലാണ് നല്ലത്. ആവശ്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ഏതൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാം? അറഫാ ദിവസത്തിലെ സുബ്ഹി നിസ്കാരം മുതൽ അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിനത്തിലെ, അതായത് ദുൽഹിജ്ജ 13ലെ അസർ നിസ്കാരം ഉൾപ്പെടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇങ്ങനെ തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ
ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലാം, സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലാം, മയ്യത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലാം. ഇങ്ങനെ ഈ സമയങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലാം. അപ്പോൾ ദുൽഹിജ്ജ 9 സുബ്ഹി മുതൽ 13 അസർ നിസ്കാരം ഉൾപ്പെടെ ഉള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, അപ്പോൾ 9-നും 10-നും 11-നും 12-നും 13 അസർ വരെ നമുക്കിങ്ങനെ തക്ബീർ ചൊല്ലാം. ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം. ഈ തക്ബീർ ചൊല്ലേണ്ടത് നമ്മൾ മറ്റു ദിക്റുകളിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത്. സലാം വീട്ടിയ ഉടനെ തന്നെയാണ് ഈ തക്ബീർ ചൊല്ലേണ്ടത്. ഇങ്ങനെ 3 പ്രാവശ്യം നമുക്ക് തക്ബീർ ചൊല്ലാം. ഈ തക്ബീർ ഏത് തക്ബീറാണ് ചൊല്ലേണ്ടത്? പറ്റുമെങ്കിൽ നമ്മൾ ആ തക്ബീറിന്റെ രൂപം ചെറുതായിട്ട് ചെറിയ രൂപത്തിലുള്ള പൂർണ്ണ രൂപം തന്നെ നമ്മൾ ചൊല്ലാം. അപ്പൊ എങ്ങനെയാണ് ചൊല്ലേണ്ടത്? 3 പ്രാവശ്യം ആദ്യം അല്ലാഹു അക്ബർ എന്ന് പറയും. എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക. അതായത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എങ്ങനെ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ നമുക്ക് തക്ബീർ ചൊല്ലാം. ആവശ്യം പ്രത്യേകം മനസ്സിലാക്കാം. ഇങ്ങനെ 3 പ്രാവശ്യം നമുക്ക് തക്ബീർ ചൊല്ലാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പൊ ഈ തക്ബീർ ചൊല്ലേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവുമാണ്. അറഫ ദിവസത്തിലെ സുബ്ഹി നിസ്കാരം മുതൽ ദുൽഹിജ്ജ 13 അസർ നിസ്കാരം ഉൾപ്പെടെയുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സലാം വീട്ടിയാൽ ഉടനെയാണ് ഈ തക്ബീർ നമ്മൾ ചൊല്ലേണ്ടത്. ഇനി സലാം വീട്ടിയാൽ ഉടനെ മറ്റു ദിക്റുകളിലേക്ക് പ്രവേശിച്ചാൽ അവ കഴിഞ്ഞിട്ടും ഈ തക്ബീർ ചൊല്ലാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി 3ാമത്തെ തക്ബീറാണ്. ഈ തക്ബീറിന് പറയുന്ന പേരാണ് മുഖയ്യദായ തക്ബീർ. നിസ്കാരങ്ങൾക്ക് ശേഷം സംഭവിക്കുക. അതായത് നിസ്കാരം എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ഖൈദ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനേക്ക് മുഖയ്യദായ തക്ബീർ എന്നാണ് വിളിക്കുക. ഇനി അടുത്ത തക്ബീറാണ് മുർസലായ തക്ബീർ. ഈ മുർസലായ തക്ബീർ നമുക്ക് ചെറിയ പെരുന്നാളിനും കാണാൻ പറ്റും, ബലി പെരുന്നാളിനും കാണാൻ പറ്റും. ഈ മുർസലായ തക്ബീർ എന്ന് വെച്ചാൽ പെരുന്നാളിന്റെ ദിവസത്തെ, അതായത് പെരുന്നാളിന്റെ ദിവസത്തെ ആ രാത്രി മുതൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നാളെ പെരുന്നാളാണെന്ന് വെക്കുക. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബ് മുതൽ, അതായത് പെരുന്നാളിന്റെ തലേ ദിവസം സൂര്യാസ്തമയം മുതൽ, അപ്പോൾ നമ്മൾ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മഗ്‌രിബ് നിസ്കാരം മുതൽ നാളെ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ തക്ബീറിനേക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയുന്നത്. അപ്പോൾ ദുൽഹിജ്ജ 10 പെരുന്നാളാണ്. അപ്പോൾ ദുൽഹിജ്ജ 10 ബലി പെരുന്നാളാണെങ്കിൽ ദുൽഹിജ്ജ 9 സൂര്യൻ അസ്തമിച്ചാൽ പിന്നീട് 10ാമത്തെ രാവ് നമ്മൾ പ്രവേശിക്കുമല്ലോ. ആ പ്രവേശിച്ച രാവ് മുതൽ അവിടെ അതിന്റെ മഗ്‌രിബ് മുതൽ ഈ പെരുന്നാൾ നിസ്കാരം നടക്കുന്നത് വരെ നമുക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഈ തക്ബീറിനേക്കാണ് മുർസലായ തക്ബീർ എന്ന് പറയുന്നത്. അതിന് എണ്ണമൊന്നുമില്ല, നമുക്ക് എത്ര പറ്റുന്നു അത്ര ചൊല്ലാം. ഇത് ചെറിയ പെരുന്നാളിന് ചൊല്ലാവുന്നതാണ്. കാരണം വെച്ചാൽ ചെറിയ പെരുന്നാളിന്റെ മാസപ്പിറവി ദൃശ്യമായത് മുതൽ അല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയായത് മുതൽ ചെറിയ പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി നമ്മൾ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇതിനിക്ക് തക്ബീർ മുർസല് എന്നാണ് പറയാ. ബലി പെരുന്നാളിനും ഈ തക്ബീർ ഉണ്ട്. ബലി പെരുന്നാളിന്റെ ആ രാവിലെ ബലി പെരുന്നാൾ നിസ്കാരം വരെ നിരന്തരമായി തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇതിനിക്കാണ് തക്ബീർ മുർസൽ. അതായത് മുർസലായ തക്ബീർ എന്ന് പറയുന്നത് ഇതിനിക്കാണ്. ആവശ്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ തക്ബീർ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതേ തക്ബീർ നമുക്ക് ചൊല്ലാം. അതായത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ നമുക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഇനി പറ്റുമെങ്കിൽ നമുക്ക് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നിങ്ങനെ കൂട്ടിച്ചേർത്തും പറയാം. എങ്ങനെ? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നിങ്ങനെ കൂട്ടിച്ചേർത്തിട്ടും നമുക്ക് തക്ബീർ ചൊല്ലാവുന്നതാണ്. ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത് ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിലും നേരത്തെ പറഞ്ഞത് മിക്ക ആളുകൾക്കും ചൊല്ലാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പെരുന്നാളിന്റെ രാവിലൊക്കെ വീട്ടിലൊക്കെ എല്ലാവരും ചേർന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഇടങ്ങളിൽ എല്ലാവരും ചേർന്നിട്ട്, ചെറിയ കുഞ്ഞുമക്കളെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്നിപ്പിച്ചിട്ട് നമുക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. അതായത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ആവശ്യം മനസ്സിലാക്കാം. ഇത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. പെരുന്നാളിന്റെ രാവൊക്കെ ഏറെ ദുആഇന് ഇജാബത്ത് ഉള്ള രാവ് കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും അധികമായി ദുആ ചെയ്യാനും തക്ബീർ ചൊല്ലാനും വേണ്ടിയൊക്കെ ഈ രാവുകളെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് തക്ബീർ 3 വിധമാണ്. മുത്തലക്കായ തക്ബീർ, മുഖയ്യദായ തക്ബീർ, മുർസലായ തക്ബീർ. ഓരോ തക്ബീർ എന്താണെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും എപ്പോഴൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ മുർസലായ തക്ബീർ പെരുന്നാൾ നിസ്കാരത്തോടു കൂടെ അവസാനിക്കുന്നതാണ്. അപ്പോൾ പെരുന്നാളിന്റെ രാവും പകലും രാവിലെയും അതായത് പെരുന്നാൾ നിസ്കാരത്തിന് മുന്നേയുള്ള സമയങ്ങളൊക്കെ നിരന്തരമായി തക്ബീർ ചൊല്ലി ധന്യമാക്കാനുള്ള ശ്രമം നടത്താം. ഈ തക്ബീറിലേക്ക് മുർസലായ തക്ബീർ എന്ന് പറയുന്നു. കൃത്യമായി ശ്രദ്ധിക്കാം. ഏതായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ വീഡിയോ കേട്ടവരായിരിക്കും. എല്ലാവരും ഇതിൻ്റെ അഭിപ്രായങ്ങളും ദ്വാവസ്യത്തുകളും താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞാൻ നിങ്ങളോട് ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. പറ്റുമെങ്കിൽ അതിനുള്ള ഉത്തരം കൂടി താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതായത് എന്താണ് മുത്തലക്കായ തക്ബീർ? അപ്പോൾ മുത്തലക്കായ തക്ബീർ എന്താണ്? അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങളൊരു വിഷയം മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ആശയം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് മുത്തലക്കായ തക്ബീർ എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.